ഭിന്നശേഷി കുട്ടികളുടെയും അതിൽ ഉൾപ്പെട്ട ആളുകളുടെയും ഉന്നമനത്തിന് വേണ്ടി മാത്രം ആ ഒരു ഉദ്ദേശം മാത്രം മനസ്സിൽ വെച്ചിട്ടാണ് നമ്മുടെ ബാബുചായൻ ആ സ്ഥലം തന്നത്. അത് യാഥാർത്ഥ്യമായിരിക്കുകയാണ് ഇപ്പോൾ. മലപ്പുറം ജില്ലയിൽ തന്നെ ഏറ്റവും വലിയ ബഡ്സ് സ്കൂളിൽ നമ്മൾ തുടക്കം കുറിക്കാൻ പോവുകയാണ്. അങ്ങാടിപ്പുറം പഞ്ചായത്തിൽ ഇങ്ങനെ ഒരു ഇത് വരുന്നതിൽ ഭയങ്കര സന്തോഷമുണ്ട്. ഒരു രക്ഷിതാവെന്ന നിലയിൽ ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ് ഇപ്പോൾ. നമസ്കാരം, ചാനൽ 10 വാർത്തകളിലേക്ക് സ്വാഗതം. അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെയും നാട്ടുകാരുടെയും ഏറ്റവും വലിയ സ്വപ്നം യാഥാർത്ഥ്യമാകുന്നു. ഭിന്നശേഷിക്കാരായ കുട്ടികൾക്കായി ആധുനിക സൗകര്യങ്ങളോടെ നിർമ്മിക്കുന്ന ബഡ്സ് സ്കൂളിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് 19-ന് വെള്ളിയാഴ്ച തുടക്കമാകും. 17-ാം വാർഡിൽ പരിയാപുരത്ത് സ്വകാര്യ വ്യക്തി സൗജന്യമായി വിട്ടു നൽകിയ സ്ഥലത്താണ് ബഡ്സ് സ്കൂൾ നിർമ്മിക്കുന്നത്. 19-ന് വെള്ളിയാഴ്ച വൈകിട്ട് 3 മണിക്ക് പരിയാപുരം സെന്റ് മേരീസ് ചർച്ച് പാരിഷ് ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ മഞ്ഞളാംകുഴി അലി MLA ബഡ്സ് സ്കൂളിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്യും. മലപ്പുറം ജില്ലയിലെ ഏറ്റവും വലിയ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം നാടിന്റെ വലിയൊരു സ്വപ്നം യാഥാർത്ഥ്യമാക്കുകയാണ്. ജില്ലയിൽ ഏറ്റവും ജനസാന്ദ്രതയുള്ള അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്ത് ഭിന്നശേഷിക്കാരായ കുട്ടികൾക്കും അവരുടെ രക്ഷിതാക്കൾക്കും തണലൊരുക്കുന്നതിന്റെ ഭാഗമായി ആധുനിക സൗകര്യങ്ങളോടെ ബഡ്സ് സ്കൂൾ നിർമ്മാണത്തിന് തുടക്കമിടുകയാണ്. ഭിന്നശേഷിക്കാരായ കുട്ടികൾ ഏറെയുള്ള അങ്ങാടിപ്പുറം പഞ്ചായത്തിൽ ഒരു ബഡ്സ് സ്കൂൾ തുടങ്ങണമെന്ന തീരുമാനത്തിന് 2 പതിറ്റാണ്ടിന്റെ പഴക്കമുണ്ട്. ഉചിതമായ സ്ഥലം കണ്ടെത്താൻ കഴിയാതിരുന്നതാണ് ബഡ്സ് സ്കൂൾ എന്ന സ്വപ്നം യാഥാർത്ഥ്യമാവാൻ വൈകിയതിന് കാരണം. നന്മ വറ്റാത്ത മനസ്സിനുടമയായ പരിയാപുരം സ്വദേശി ബാബു വർഗീസ് ലക്ഷക്കണക്കിന് രൂപ വിലയുള്ള സ്ഥലം സൗജന്യമായി വിട്ടു നൽകിയതോടെയാണ് ബഡ്സ് സ്കൂൾ എന്ന സ്വപ്നം യാഥാർത്ഥ്യമാകുന്നത്. പഞ്ചായത്തിലെ 17-ാം വാർഡിൽ പരിയാപുരത്താണ് ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് പഠനത്തിനും പരിശീലനത്തിനും സൗകര്യമൊരുക്കി നാടിന്റെ സ്വപ്ന പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമാകുന്നത്. പഞ്ചായത്ത് ഭരണസമിതി ഒറ്റക്കെട്ടായി നിന്നാണ് ബഡ്സ് സ്കൂൾ യാഥാർത്ഥ്യമാക്കാൻ പ്രയത്നിച്ചതെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സയ്യിദ ടീച്ചർ പറഞ്ഞു. നമ്മളെ ഭരണസമിതി കയറിയ അന്ന് മുതൽ ഒരു ചിരകാല സ്വപ്നമായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളിങ്ങനെ അന്വേഷിക്കുകയും സ്ഥലത്തിന് വേണ്ടി അന്വേഷിച്ചപ്പോഴാണ് പരിയാപുരത്ത് നമ്മളെ ബാബുചായൻ 20 സെന്റ് സ്ഥലം, നല്ല വില മതിക്കുന്ന 20 സെന്റ് സ്ഥലം ഇതിനായിട്ട് ഫ്രീ ആയിട്ട് നമുക്ക് വിട്ടു തന്നത്. അത് ഈ ബഡ്സ് നമ്മളെ ഭിന്നശേഷി കുട്ടികളുടെയും അതിൽ ഉൾപ്പെട്ട ആളുകളുടെയും ഉന്നമനത്തിന് വേണ്ടി മാത്രം ആ ഒരു ഉദ്ദേശം മാത്രം മനസ്സിൽ വെച്ചിട്ടാണ് നമ്മളെ ബാബുചായൻ ആ സ്ഥലം തന്നത്. അത് യാഥാർത്ഥ്യമായിരിക്കുകയാണ് ഇപ്പോൾ. ഈ വരുന്ന 19-ാം തീയതി നമ്മൾ ബഡ്സ് സ്കൂളിന് തറക്കല്ലിടാൻ പോവുകയാണ്. ഓരോ കുട്ടികളുടെയും അവസ്ഥക്കനുസരിച്ചിട്ട് എല്ലാവിധ തെറാപ്പികളും ചെയ്യാവുന്ന തരത്തിൽ, അതുപോലെ തന്നെ അവിടെ വരുന്ന ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ അമ്മമാരുടെ എന്തെങ്കിലും തൊഴിലിനോട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യാനും എല്ലാവിധ, അതായത് മലപ്പുറം ജില്ലയിലെ തന്നെ ഏറ്റവും നല്ലൊരു ബഡ്സ് സ്കൂളായി നിർമ്മിക്കണം എന്നാണ് നമ്മളെ ഭരണസമിതിയുടെ ആഗ്രഹം. അതിന് ഭരണസമിതിയിലെ എല്ലാവരും ഒത്തൊരുമിച്ച് അതിന് മുമ്പോട്ടുണ്ട് താനും. പദ്ധതിക്കായി പ്രയത്നിച്ചവർ, സ്ഥലം കണ്ടെത്താൻ സഹായിച്ച വാർഡ് മെമ്പർ, ബഡ്സ് സ്കൂളിൽ ഒരുക്കുന്ന സൗകര്യങ്ങൾ, സുതാര്യമായ ടെൻഡർ നടപടികൾ തുടങ്ങിയ കാര്യങ്ങൾ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷബീർ കറുമുക്കിൽ വിശദീകരിച്ചു. ഇവിടെ സ്ഥിരമായിട്ടൊരു ബഡ്സ് സ്കൂളിൽ ഡേ കെയർ സെന്റർ മാത്രമാണ് ഉള്ളത്. ഇവിടെ ധാരാളം വിദ്യാർത്ഥികൾ, ഭിന്നശേഷിക്കാരായ ധാരാളം വിദ്യാർത്ഥികൾ സ്വകാര്യ സ്ഥാപനങ്ങളിൽ പോയി വളരെ കഷ്ടപ്പെട്ട് പണം കൊടുത്ത് പഠിക്കുന്ന ബുദ്ധിമുട്ടുണ്ട്. ആ ബുദ്ധിമുട്ട് മനസ്സിലായിക്കൊണ്ട് ഈ ഭരണസമിതി വന്നതിന് ശേഷം കണ്ടെത്തിയ ഈ ബഡ്സ് സ്കൂളിന്റെ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ അതിന് സ്ഥലത്തിന്റെ പരിമിതി ഉണ്ടായിരുന്നു. അത് അന്വേഷിച്ച് കണ്ടെത്തിയെങ്കിലും സർക്കാരിന്റെ നമ്മൾ സ്ഥലം വാങ്ങുവാനുള്ള രജിസ്ട്രേഷൻ നടപടി അടക്കമുള്ള കാര്യങ്ങൾ കുറച്ച് പ്രയാസമുണ്ടെങ്കിലും സൗജന്യമായിട്ട് ബാബു വർഗീസ് എന്ന് പറയുന്ന ബാബുചായൻ നമുക്ക് സൗജന്യമായിട്ട് 20 സെന്റ് സ്ഥലം, 40 ലക്ഷം രൂപ വില മതിക്കുന്ന 20 സെന്റ് സ്ഥലം പരിയാപുരത്ത് നമുക്ക് ലഭിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ തന്നെ മലപ്പുറം ജില്ലയിൽ തന്നെ ഏറ്റവും വലിയ ബഡ്സ് സ്കൂളിൽ നമ്മൾ തുടക്കം കുറിക്കാൻ പോവുകയാണ്. പരിയാപുരത്ത് 3.5 കോടി രൂപ ചെലവഴിച്ച് ആധുനിക സൗകര്യങ്ങളോടെ ബഡ്സ് സ്കൂൾ നിർമ്മിക്കുകയാണ്. ഗ്രാമപഞ്ചായത്ത് വകയിരുത്തിയ 55 ലക്ഷം രൂപയും ബ്ലോക്ക് പഞ്ചായത്തിന്റെ 20 ലക്ഷം രൂപയും ചേർത്ത് 75 ലക്ഷം രൂപ മുടക്കിയാണ് ആദ്യഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമിടുന്നത്. ജില്ലാ പഞ്ചായത്ത് പദ്ധതിക്കായി വലിയൊരു തുക അനുവദിക്കുമെന്നാണ് നിർമ്മാണത്തിന് മേൽനോട്ടം വഹിക്കുന്ന ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ പ്രതീക്ഷ. എല്ലാ സൗകര്യങ്ങളോടെയും 3 നിലകളിലായി നിർമ്മിക്കുന്ന ബഡ്സ് സ്കൂളിന്റെ താഴത്തെ നിലയിൽ കളിസ്ഥലവും ഡൈനിംഗ് ഹാളുമാണ് സജ്ജീകരിക്കുന്നത്. 1-ാം നിലയിൽ ക്ലാസ് റൂമുകളും 2-ാം നിലയിൽ ഫിസിയോതെറാപ്പി സെന്ററും സ്വയം തൊഴിൽ പരിശീലന കേന്ദ്രവും സജ്ജീകരിക്കും. റാമ്പ്, ലിഫ്റ്റ് എന്നീ സൗകര്യങ്ങളും ഒരുക്കുന്നുണ്ട്.
തങ്ങളുടെ വേദന കണ്ടറിഞ്ഞ് വലിയൊരു ദൌത്യം ഏറ്റെടുത്ത ഭരണസമിതിയെ അഭിനന്ദിക്കുന്ന രക്ഷിതാക്കൾ ഈ നന്മയ്ക്കൊപ്പം നിന്ന് സൌജന്യമായി സ്ഥലം വിട്ടു നൽകിയ ബാബു വർഗീസിനോട് നന്ദി അറിയിക്കുന്നുണ്ട്. ഈ നന്മ എന്നും ഓർമ്മിക്കപ്പെടുമെന്നും രക്ഷിതാക്കൾ പറഞ്ഞു. എൻ്റെ മോനെ പറഞ്ഞാൽ 21 വയസ്സായ കുട്ടിയാണ്. അവൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തിട്ടാണ് അവനെ വിടുന്നത്. അപ്പോൾ അതിൻ്റെ എല്ലാ കാര്യങ്ങളും സ്കൂളിൽ ഉണ്ടായിരുന്നില്ല, എല്ലാ സഹായങ്ങളും അവിടുന്ന് ചെയ്തു തരും എന്നൊക്കെ പറഞ്ഞതിൽ ഭയങ്കര സന്തോഷമുണ്ട്. ഞങ്ങൾക്ക് മക്കളെ അങ്ങോട്ട് വിടണം എന്നുള്ളത് ഭയങ്കര താല്പര്യത്തിലാണ്. കുറേ കാലമായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണിത്. മലപ്പുറം ജില്ലയിൽ ഒരു സ്കൂളുകളോ ഒന്നും ഒരു സൗകര്യം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ കോഴിക്കോട്ടേക്ക് കുട്ടിക്ക് വേണ്ടിയിട്ട് അങ്ങനെ കോഴിക്കോട് പോയി അവിടെ 27 വർഷം നിന്നു. പക്ഷേ ഇപ്പോൾ സത്യം ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ കോഴിക്കോടത്തെക്കാട്ടിലും ഇപ്പോൾ മലപ്പുറം ജില്ലയിലാണ് ഇങ്ങനത്തെ ഓരോന്ന് ബഡ്സ് സ്കൂളുകളൊക്കെ ഉണ്ടാവുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അതും അങ്ങാടിപ്പുറത്തെ ഏറ്റവും നല്ല രീതിയിൽ അതിൻ്റെ ഇതൊക്കെ ഞാൻ കണ്ടു, അതിൻ്റെ പ്ലാനും കാര്യങ്ങളൊക്കെ. അപ്പം ഞങ്ങളുടെ പ്രതീക്ഷയ്ക്ക് ഒത്തവണ്ണം അത് വരും തന്നെയാണ് ഞങ്ങളുടെ സങ്കല്പം. അത് വരാനായിട്ട് ഞങ്ങൾ എന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഏറ്റവും നല്ല രീതിയിൽ ഞങ്ങൾക്കത് എത്രയും വേഗം വളരെ അത് ആയി കിട്ടാൻ വേണ്ടി ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. 19 വെള്ളിയാഴ്ച വൈകിട്ട് 3 മണിക്ക് പരിയാപുരം സെന്റ് മേരീസ് ചർച്ച് പാരിഷ് ഹാളിൽ സംഘടിപ്പിക്കുന്ന ചടങ്ങിൽ മഞ്ഞളാംകുഴി അലി MLA ബഡ്സ് സ്കൂളിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്യും. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സയ്യിദ ടീച്ചർ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് MK റഫീഖ മുഖ്യാതിഥിയായി പങ്കെടുക്കും. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷബീർ കറുമുക്കിൽ, പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് AK മുസ്തഫ, ജനപ്രതിനിധികൾ, മത, രാഷ്ട്രീയ, സാമൂഹ്യ മേഖലകളിലെ പ്രമുഖർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ച് സംസാരിക്കും. ചാനൽ 10 പെരിന്തൽമണ്ണ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഷോറൂമുകളിൽ ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ച് ഓഫറുകൾ. പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിയെടുക്കാം അത്യാകർഷകമായ ഓഫറുകളിൽ. കൂടാതെ 5% മുതൽ അഡ്വാൻസ് ബുക്കിംഗ് സ്കീമുകൾ. വെഡിംഗ് പർച്ചേസുകൾക്ക് സ്പെഷ്യൽ ഓഫറുകൾ. 18 കാരറ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ വൈവിധ്യങ്ങൾ. ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% സ്പെഷ്യൽ ഡിസ്കൗണ്ടുകൾ. ഒപ്പം 0% പണിക്കൂലിയിൽ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ മന്ത്ലി ഗോൾഡ് സേവിംഗ് സ്കീമുകളും. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പ്രൈഡ് ഓഫ് ജനറേഷൻസ്. ബൈപ്പാസ് റോഡ്, പെരിന്തൽമണ്ണ.